നമസ്കാരം വിപിൻ. നമ്മൾ ഇതേ വേദിയിൽ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് ഒരു തവണ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബ്ലൂംബെർഗിന്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മുകേഷ് അംബാനിയെ മറികടന്നുകൊണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായി ഒരു ചൈനീസ് വംശജൻ മാറിക്കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഇടപാട് ക്രിപ്റ്റോ കറൻസിയിലാണ്. അപ്പോൾ ഈ ക്രിപ്റ്റോ കറൻസിയിൽ ഒരു എക്സ്ചേഞ്ച് തന്നെ നടത്തുന്ന ആളാണ് ഷാവോ എന്നാണ് അദ്ദേഹത്തിന്റെ ചുരുക്കപ്പേര്. അദ്ദേഹമാണ് മുകേഷ് അംബാനിയെ മറികടന്നിട്ടുള്ളത്, റിലയൻസ് ഇൻഡസ്ട്രീസിനെ മറികടന്നിട്ടുള്ളത്. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ ഈ ഇപ്പോൾ പ്രതിദിനം നടക്കുന്ന ക്രിപ്റ്റോ കറൻസി വ്യാപാരത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകളിൽ ഒന്നാണ് ഈ ബിനാൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് പറയാൻ. അപ്പോൾ ഇതിന്റെ ഒരു വളർച്ച നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം 2017 ഈ ഒരു ബിനാൻസ് എന്ന എക്സ്ചേഞ്ച് ഇദ്ദേഹം സ്ഥാപിക്കുന്നത്. ചാങ് പെങ് ഷാവോ, അതാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹമാണ് ഈ ബിനാൻസിന്റെ സിഇഒ. ഈ 2017 സ്ഥാപിച്ച ഈ ബിനാൻസ് എന്ന സ്ഥാപനമാണ് വളരെ പെട്ടെന്ന് തന്നെ പടർന്ന് പന്തലിച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രബലമായിട്ടുള്ള എക്സ്ചേഞ്ചുകളിൽ ഒന്നായി മാറുകയും ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്ന മുകേഷ് അംബാനിയേക്കാൾ വലിയ സമ്പത്തിന്റെ ഉടമയായി അതിന്റെ സിഇഒ മാറുകയും ചെയ്തത്. ഇപ്പോൾ പുറത്തുവന്ന കണക്കുകൾ പ്രകാരം $9,600 കോടി ഈ ഷാവോയുടെ ബിനാൻസ് സിഇഒയുടെ സമ്പത്ത്. അതേസമയം മുകേഷ് അംബാനിയുടേത് 9,820 കോടി രൂപയാണ്. അപ്പോൾ 220 കോടി രൂപയുടെ ഒരു ലീഡ് മുകേഷ് അംബാനിക്ക് ഉണ്ട് എങ്കിലും ഈ ഷാവോയുടെ വ്യക്തിഗത സമ്പത്ത് എത്രയാണെന്ന് കണക്കാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ബ്ലൂംബെർഗിന്റെ അനലിസ്റ്റുകൾ പറയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ കൈവശമുള്ള ക്രിപ്റ്റോ കറൻസി എത്രയാണ്, അതിന്റെ മൂല്യം നിലവിൽ എത്രയാണ് എന്നത് കണക്കാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അത് കണക്കാക്കിയാൽ ഇപ്പോൾ പുറത്തു വന്നത് അദ്ദേഹത്തിന്റെ മൊത്ത വരുമാനം എന്ന നിലയിൽ ഇപ്പോൾ ഉള്ളത് മാത്രമാണ്. ഈ അദ്ദേഹത്തിന്റെ കൈവശമുള്ള വ്യക്തിഗത സമ്പത്ത് ഒഴികെയുള്ള സമ്പത്ത് മാത്രമാണ് ഈ 9,600 കോടി. അപ്പോൾ അതുകൂടി കണക്കാക്കിയാൽ അത് ആരെ മറികടക്കുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് ഇദ്ദേഹത്തെ മറികടന്നിട്ടുള്ളത്. അപ്പോൾ ഈ ക്രിപ്റ്റോ കറൻസി 21ാം നൂറ്റാണ്ടിലെ ഒരു വലിയ നിക്ഷേപം എന്ന നിലയിൽ ഒരുപാട് ആളുകളുടെ പ്രിയപ്പെട്ട സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡെഫിനറ്റ്ലി ഇദ്ദേഹത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പഠിച്ചിരിക്കണല്ലോ. ഇദ്ദേഹം 12ാം വയസ്സിൽ കാനഡയിലേക്ക് കുടിയേറിയ ആളാണ്. പിന്നീട് അവിടെ നിന്ന് അദ്ദേഹം മക്ഡൊണാൾഡ്സിൽ ഉൾപ്പെടെയുള്ള പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് എത്തുകയായിരുന്നു. പിന്നീടാണ് ബിറ്റ്കോയിന്റെ ക്രിപ്റ്റോ കറൻസി മേഖലയിലേക്ക് എത്തുന്നത്. 2013 അദ്ദേഹം ഈ ക്രിപ്റ്റോ കറൻസി മേഖലയിലേക്ക് എത്തുന്നത്. പിന്നീട് പ്രബലമായ 1-2 കമ്പനികളിൽ ജോലി ചെയ്ത് 2017 അദ്ദേഹം ഇതിന്റെ ഒരു എക്സ്ചേഞ്ച് തന്നെ